Hi, hello and welcome back to yet another video. അപ്പോൾ ഇന്ന് ഞാൻ ഡേ 3 ആൻഡ് ഡേ 4 കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു 7 days അലോവേര സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് ഡേ 3യിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്ന ആ ഒരു ഹൈഡ്രേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അത് മാത്രമായിട്ട് വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഡേ 3യും ഡേ 4ഉം കൂടെ കമ്പൈൻ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പം ഡേ 3 ഞാൻ ഹൈഡ്രേഷൻ ചെയ്ത വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ ഡേ 4. ഡേ 4ൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളെ വഴിയെ കാണിക്കാം. അപ്പോൾ വിതൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്നെസ് ആൻഡ് ഒരു ഫ്രഷ് ഗ്ലോ ആണ്. സോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു ടീസ്പൂൺ ഹണിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും കൂടാണ്. ഹണിയുടെ അലോവേരയുടെ കോമ്പിനേഷൻ ഭയങ്കര യൂണിക്കാണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ കീപ്പിംഗ് അവർ സ്കിൻ ഗ്ലോ ആൻഡ് ഹെൽത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഹണി നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ തന്നെയാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് us മേക്ക് അവർ സ്കിൻ സ്മൂത്ത് ആൻഡ് ഫ്രഷ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പോൾ ഞാനിവിടെ ഹണിയും അലോവേരയും മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഫേസിൽ ജെൻ്റ്ലി അപ്ലൈ ചെയ്യാം. ബിഫോർ ദാറ്റ് മേക്ക് ഷുവർ യുവർ ഫേസ് ഈസ് ക്ലീൻ. ജസ്റ്റ് ലീവ് ഇറ്റ് ഫോർ 20 minutes. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ലെറ്റ് സ്റ്റാർട്ട് അപ്ലൈങ്. ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു ആൻഡ് ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്ത് വെച്ചു. നൗ ലെറ്റ് സ്റ്റാർട്ട് അപ്ലൈങ് ദിസ്. ഓക്കെ, ഈ ഒരു റൂട്ടീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് എൻ്റെ ഫേസിൽ കുറേ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഐ ക്യാൻ ഫീൽ ദാറ്റ് വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ദിസ് പ്രോസസ് ഇൻ ഫ്യൂച്ചർ ആസ് വെൽ. ബിക്കോസ് ഈ ഒരു സംഭവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ സ്കിന്നിന്. Make sure you apply it gently on your face and also on your neck. Yes. That's it. ഓക്കെ, ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 minutes കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. സോ യെസ്, ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. നിങ്ങൾക്ക് തന്നെ കാണാം എൻ്റെ ഫേസിലൊരു ഗ്ലോയും, ഇവിടെയൊക്കെ കണ്ടാൽ അറിയാം, ഇവിടെയൊക്കെ ഒരു ഗ്ലോയും പിന്നെ ടിപ്പ് ഓഫ് ദ നോസിൻ്റെ അവിടെയൊക്കെ ഒരു ഗ്ലോയും ഒക്കെ വന്നിട്ടുണ്ട്. സോഫ്റ്റുമായിട്ടുണ്ട് കേട്ടോ. സ്കിന്നൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. സോ ഇതൊരു ഹാർഷ് മാസ്ക് അല്ല, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വീക്ക്ലി 1 or 2 times ആയാലും അപ്ലൈ ചെയ്താൽ മതി. നമുക്കൊരു ഗ്ലോവും കാര്യങ്ങൾ, സ്മൂത്ത് സ്കിന്നൊക്കെ ഒന്ന് സ്മൂത്ത് ആവും ആൻഡ് ഒരു ഹെൽത്തി സ്കിന്നൊക്കെ കിട്ടും. അപ്പം യെസ്, ഡു ട്രൈ ഔട്ട് ദിസ് മെത്തേഡ് ആൻഡ് നിങ്ങളുടെ റിവ്യൂസൊക്കെ അറിയിപ്പിക്കുക. ആൻഡ് ഓൾസോ നമ്മൾ ഡേയിൽ നമ്മൾ സെയിം ആ ഒരു ഹൈഡ്രേഷൻ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തു. ആൻഡ് ഡേ 4ൽ നമ്മൾ സ്കിന്നിനെ ഒന്ന് നറിഷ് ചെയ്തു എന്ന് പറയാം. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്കിന്നിനെ നാച്ചുറലായിട്ടൊന്ന് ഹീൽ ചെയ്യുകയാണ്. ആൻഡ് ഇതൊരു 7 days സ്കിൻ കെയർ റൂട്ടീനാണ്. ഇപ്പോൾ നമ്മൾ ഡേ 4ൽ എത്തി നിൽക്കുകയാണ്. ആൻഡ് അതിൻ്റെതായ കുറേ മാറ്റങ്ങൾ എൻ്റെ ഫേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യെസ്, സീ യു ഇൻ ദ ഡേ 5 ഓഫ് ദിസ് ജേർണി.